ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ഓരോ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് ദൈവവചനത്തിലെ ശക്തമായ ഒരു ആത്മിക സന്ദേശമാണ്. ഇന്ന് നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ധന്യനായ പൗലോസ് എഫെസോസിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ ആത്മീക അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഭൗതിക അനുഗ്രഹങ്ങൾ കൊതിക്കുന്ന ധാരാളം പേരുണ്ട്. സ്തോത്രം. വളരെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിക്കാതെ ദൈവത്തെ വിട്ട് അകന്നുപോയ ധാരാളം പേരുണ്ട്. വേദപുസ്തകത്തിന്റെ സിസ്റ്റം എന്താന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതൽ ആദ്യം കൊതിക്കേണ്ടത് ആത്മീക അനുഗ്രഹത്തിന് വേണ്ടിയാണ്. 23-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ആത്മീക അനുഗ്രഹം ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ ഭൗതിക അനുഗ്രഹങ്ങൾ അവന്റെ പുറകെ വരുമെന്ന നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഭൗതിക അനുഗ്രഹം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഭൗതിക അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ആത്മീക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൊതിക്കും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആര് ആത്മീക അനുഗ്രഹത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ഭൗതികമായി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം സകലതും വിട്ട് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചു. അവനോട് ദൈവം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ദേശം ഏതാന്ന് പറഞ്ഞില്ല. വിളിച്ചവന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചവൻ സകലയിടത്ത് എവിടെ കൂടാരം അടിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യാഗപീഠം പണിത് ആരാധന തുടങ്ങി. ആരാധനയിൽ മാത്രമാണ് അബ്രഹാമിന്റെ നോട്ടം. തന്റെ മകനെ യാഗം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ കൊടുക്കുന്ന അബ്രഹാമിന് വാങ്ങിക്കാൻ മാത്രമല്ല കൊടുക്കാനും അറിയാം. സ്തോത്രം. എന്നാൽ അബ്രഹാം ദൈവത്തിന് ആരാധന കൊടുത്ത് ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചത് കൊണ്ട് ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അപ്പൊ ആദ്യം കൊതിക്കേണ്ടത് ഒരു ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. പൗലോസ്ലീഹ വെളിപ്പെടുത്തുക, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് പറയാം, ഈ ദിവസങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൊതിക്കാം, ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം പുറകെ വരും. സ്തോത്രം. നിലനിൽക്കുന്നത് ആത്മീയ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹം പ്രാപിപ്പാനുള്ളൊരു കൊതി അവരുടെ ഉള്ളിൽ കൊടുക്കണമേ. അവരെ ആത്മീക അനുഗ്രഹത്താൽ നിറച്ച് ദേശത്തൊരു അനുഗ്രഹമാക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ആത്മീയ അനുഗ്രഹത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഗോഡ് ബ്ലെസ് യു.